75 വയസ്സിന്റെ നിറവിൽ സംസ്ഥാനത്തെ ആദ്യ വന്യജീവി സങ്കേതമായ പെരിയാർ കടുവാ സങ്കേതം. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ പെരിയാർ വന്യജീവി സങ്കേതം വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാതൃകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പെരിയാർ കടുവാ സങ്കേതം സമ്പന്നമായ ജൈവ വൈവിധ്യം കൊണ്ടാണ് സങ്കേതം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഇനം സസ്തനികൾ, 338 ഇനം പക്ഷികൾ, 68 ഇനം ഉരകങ്ങൾ, 64 ഇനം ഉഭയജീവികൾ, 38 ഇനം മത്സ്യങ്ങൾ, 207 ഇനം ചിത്രശലഭങ്ങൾ, 1980 ഇനം സസ്യങ്ങൾ എന്നിവ പെരിയാറിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ ജീവിവർഗങ്ങൾക്ക് പോലും വലിയ സംരക്ഷണമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 1899 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് പെരിയാർ തടാകത്തിന് ചുറ്റുമുള്ള വനപ്രദേശങ്ങൾ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചാണ് വനസംരക്ഷണത്തിന്റെ തുടക്കം. തുടർന്ന് 1934 പെരിയാർ നെല്ലിക്കാപ്പെട്ടി വന്യജീവി സങ്കേതം എന്ന പേരിൽ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായി അറിയപ്പെട്ടു. 1950 പെരിയാർ വന്യജീവി സങ്കേതമായും 1978 കടുവാ സങ്കേതമായും ഉയർത്തപ്പെട്ടു. 777 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ വ്യാപ്തി ഇപ്പോൾ 950 സ്ക്വയർ കിലോമീറ്ററിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തീർച്ചയായും പെരിയാറെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ്. കൂടാതെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ ടൂറിസം പ്രോഗ്രാമുകൾ ആവിഷ്കരിച്ച് നമ്മൾ അവർക്ക് എല്ലാവിധ അനുഭവങ്ങളും, മികച്ച വിനോദ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ സംരക്ഷണത്തിന് വേണ്ട ഒരു സന്ദേശവും നമുക്ക് നൽകാനായിട്ട് കഴിയുന്നു. 1998 ലോകബാങ്കിന്റെ സഹായത്തോടെ ആരംഭിച്ച ഇക്കോ ഡെവലപ്മെന്റ് പദ്ധതി പെരിയാറിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ചു. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ തന്നെ വനസംരക്ഷകരാക്കിയത് ഈ പദ്ധതിയിലൂടെയാണ്. ഒരിക്കൽ വനത്തിന് ഭീഷണിയായിരുന്ന കാട്ടുകള്ളന്മാർ പോലും പിന്നീട് കാടിന്റെ കാവൽക്കാരായി മാറി. ഗവൺമെന്റും വനം വകുപ്പും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായിട്ട് കേരളത്തിലെ ആകമാനം അത് ചെയ്യുന്നതിനായിട്ട് 10 മിഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. 10 മിഷനുകളും ആ 10 മിഷനുകളോടനുബന്ധമായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടി, അതായത് നമ്മൾ 45 ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ വനം വകുപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന മനുഷ്യ വന്യജീവി സംഘർഷം, അതല്ലാതെ തന്നെ മറ്റ് ജനങ്ങളുമായുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടി വനം വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. തുടർന്ന് ഈ മാതൃക രാജ്യത്തെ മറ്റ് കടുവാ സങ്കേതങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യയിലെ 54 കടുവാ സങ്കേതങ്ങളിലും ഈ സംവിധാനമുണ്ട്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പെരിയാർ കടുവാ സങ്കേതത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനം, ഇടുക്കി.